ഈശോയിൽ സ്നേഹം നിറഞ്ഞവര്, വലിയൊരു വാഗ്ദാനത്തിൻ്റെ ദൈവവചനം. എന്താ വാഗ്ദാനം എന്നറിയോ? ദൈവം തന്നെ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ഒരു വാഗ്ദാനത്തിൻ്റെ വചനം നമുക്ക് പഠിക്കാം. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ദൈവവചനം പറയുന്ന പോലെ തന്നെ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ സഹവാസത്തിൻ്റെ വാഗ്ദാനം നമ്മുടെ പൂർത്തീകരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 23 വാക്യം വചനം പറയുന്നു, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വചനം പറയാണ്. എന്താ പറയുക? ഈശോ ആണ് പറയുന്നത്. ഈശോ പറയുവാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ നമ്മൾ ഈശോ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാ, എങ്ങനെ ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നത്? വാക്കുകൊണ്ട് മാത്രം സ്നേഹിച്ചാൽ പോരാ, പ്രാർത്ഥന കൊണ്ട് ആരാധന കൊണ്ട് സ്നേഹിക്കണം, അതുമാത്രം പോരാ. ഈശോ പറഞ്ഞ വചനം പാലിച്ചുകൊണ്ട് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പം അങ്ങനെ ഈശോ പറയുവാണ്, എന്നെ സ്നേഹിക്കുന്നതിൻ്റെ വചനം പാലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ എന്ന് പറയുന്നത് ഞാനും പിതാവും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവന് വാസമുറപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞ പോലെ കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കാനും ജീവിതം കൊണ്ട് സ്നേഹിക്കാനും ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്ന ദൈവാനുഭവം സ്വായത്തമാക്കാനും നമുക്ക് സാധിക്കട്ടെ. ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.